നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ശബരിമലയിൽ ഒരു കൂട്ടം ആൾക്കാർ ഇനി നേരെ ജയിലിലേക്കാണ്. ജയിലിൽ ഒരു ടൂറിസം പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ AKG സെൻറ്റർ. അത്രയേറെ 6ാമത്തെ ആളിനെ പോലും ഇപ്പോൾ തൂക്കിയിരിക്കുകയാണ്. പത്മകുമാറിലേക്ക് വന്ന അന്വേഷണം, പത്മകുമാറിൻ്റെ മൊഴിയെടുത്തതിന് ശേഷം നേരെ ഇനി കടകംപള്ളിയിലേക്കാണ്, മന്ത്രിസഭയിലേക്ക്. ഇനി അതിനുശേഷം അടുത്ത ഊഴം ആര് എന്നൊരു ചോദ്യം ജനം ചോദിക്കുന്നു. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നൊരു ഫോട്ടോ, അത് ഭയങ്കര രസമാണ് ഫോട്ടോ. ശബരിമല സന്നിധാനത്ത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയൊക്കെ വളരെ വ്യക്തമായി കാണാം. 3 കഥാപാത്രങ്ങൾ, ഒന്ന് പത്മകുമാർ, 2 നടുക്ക് കടകംപള്ളി സുരേന്ദ്രൻ, വലതുവശത്ത് N വാസു. അപ്പോൾ അതിൻ്റെ അടിക്കുറിപ്പാണ് ഏറ്റവും രസം. ഇവരുടെ ഒരാൾ സ്വർണ്ണപ്പാളിയിലേക്ക് നോക്കുന്നു, മറ്റൊരാൾ അതിൻ്റെ മേൽക്കൂരയിൽ എന്തുണ്ട് എന്ന് നോക്കുന്നു, മറ്റൊരാൾ കട്ടിളപ്പാളിയിലേക്ക് നോക്കുന്നു. അപ്പോൾ മൊത്തം അടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ഗൂഢപദ്ധതി പോലെ ആ ഫോട്ടോ കണ്ടാൽ നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ അടിക്കുറിപ്പാണ് രസം. വെർച്വൽ ക്യൂവിലാണ് അടുത്തയാൾ. 2 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് കിട്ടി. അങ്ങനെ 2 പേര് സ്പോട്ട് ബുക്കിങ്ങിലൂടെ ജയിലിലായി, ഒരാൾ വെർച്വൽ ക്യൂവിലാണ്. നല്ല അർത്ഥവത്തായ ഒരു ക്യാപ്ഷനാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും കടകംപള്ളിയിലേക്ക് സംശയമുനയല്ല, അറസ്റ്റ് മുന നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇതൊരു വല്ലാത്ത ഒരു സംഭവ വികാസമാണ്. വൃശ്ചിക മാസ തുടക്കം, മണ്ഡലകാല തുടക്കം. അപ്പോൾ ഈ മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ മണ്ഡലകാലം തുടങ്ങിയത് വാസുവിനെ ജയിലിലിട്ടുകൊണ്ടാണ്. പിന്നീട് തുടക്കത്തിൽ പത്മകുമാർ ചെന്ന് ജയിലിലേക്ക് കയറി കൊടുക്കുന്നു. വിർച്വൽ ക്യൂവിലുള്ള ആ ദൈവതുല്യൻ ആരാണ് എന്ന ചോദ്യം കേരളം ഉയർത്തുന്നു. കടകംപള്ളി സുരേന്ദ്രൻ വിറപൂണ്ട് ചിലതൊക്കെ വിളിച്ചു പറയുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആദ്യം പുറത്തു വരുമ്പോൾ പത്മകുമാറിൻ്റെ ചില പ്രതികരണങ്ങളുണ്ട്. അത് നമ്മെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കും. ഇപ്പോൾ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ, ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്കറിയില്ല, അതാണ് പത്മകുമാറിൻ്റെ ഒരു വിഖ്യാത സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എനിക്കൊപ്പം അവിടെ പ്രവർത്തിച്ച ഒട്ടനവധി ആളുകളുണ്ട്, പക്ഷേ ദൈവതുല്യരായ ചിലരുടെ നിർദ്ദേശമാണ് ശബരിമലയിൽ ഞങ്ങൾ നടപ്പാക്കിയത്. ദൈവതുല്യരായ ചിലരുടെ നിർദ്ദേശം. അപ്പോൾ ആ ദൈവതുല്യർ ആരാണ് ഇനി കൊടുക്കിലാകാൻ പോകുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്നത് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. 2 വലിയ കൊള്ളയും നടക്കുന്നു. ഒന്ന്, കട്ടിളപ്പാളി അടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. 2, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അടിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ കട്ടിളപ്പാളി ഇളക്കിയെടുത്ത കേസിലാണ് N വാസു അകത്ത് കിടക്കുന്നത്. പക്ഷേ പത്മകുമാറിന് മേൽ 2 കേസും ചാർത്തപ്പെടും. ഇപ്പോൾ ഒറ്റ കേസിലാണ് അറസ്റ്റ്, കട്ടിളപ്പാളി കേസിൽ. അതിലെ N വാസുവിൻ്റെ മൊഴി തുടർന്ന് പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയ നിർണായക തെളിവുകൾ, അതിനെ തുടർന്ന് ജയിലറയ്ക്കുള്ളിൽ ആകുന്നു. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ഇന്ന് ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ സംഘം. ഇവിടെ നിന്ന് വിർച്വൽ ക്യൂവിലേക്ക് കടന്ന് നിൽക്കുന്നത് ആരാണ്? ദൈവതുല്യൻ ആരാണ്? അത് കടകംപള്ളിയാണോ? അതാണ് ഏറ്റവും കടുത്ത സംശയം. കടകംപള്ളിയിലേക്ക് സംശയമുന നീളുന്ന ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഒന്ന്, കടകംപള്ളി N വാസുവിനെ വല്ലാതെ അങ്ങ് പ്രകീർത്തിച്ചിരുന്നു. വാസു ഒരു കുറ്റവാളിയാണെന്ന് താൻ കരുതുന്നില്ല എന്നാണ് കടകംപള്ളി പറഞ്ഞത്. എന്നാൽ അതിനെ ഘടകവിരുദ്ധമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. MV ഗോവിന്ദന് മനസ്സിലായി ഇനി N വാസുവിനെയും തൊട്ടപ്പുറത്തെ പത്മകുമാറിനെയും കടകംപള്ളി സുരേന്ദ്രനെയും രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് പോർമുനകൾ വെച്ചുകൊണ്ടുള്ള വാക്കുകളാണ് MV ഗോവിന്ദൻ ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരാം. പത്മകുമാർ, എന്തുകൊണ്ട് പത്മകുമാർ? എന്തുകൊണ്ട് പത്മകുമാറിൻ്റെ അറസ്റ്റ് ഇത്ര വൈകി? എന്തുകൊണ്ട് N വാസുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തു? എന്തുകൊണ്ട് വെർച്വൽ ക്യൂവിൽ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ ഇട്ടിരിക്കുന്നു? അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഒന്ന്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2, ആഗോള അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കാൻ ശ്രമിച്ച അടപടലം തേഞ്ഞ് ഒട്ടി നമ്മുടെ കാരണഭൂതനടക്കം ഇപ്പോൾ എയറിലായി നിൽക്കുകയാണ്. പക്ഷേ എയറിൽ നിന്ന് നേരെ ഭൂമിയിലെത്തിക്കും അയ്യപ്പൻ തന്നെയാണ് ഇപ്പോൾ ഓരോരുത്തരെയായി അഴിക്കുള്ളിലിടുന്നത്. കാരണം നമ്മെ അതിശയിപ്പിക്കുന്ന തലത്തിൽ അന്വേഷണ സംഘത്തിന് നീക്കം ഇതൊരിക്കലും കേരളം പ്രതീക്ഷിച്ചില്ല. N വാസുവിൻ്റെ അറസ്റ്റ് അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. പിന്നീട് പത്മകുമാറിൻ്റെ അറസ്റ്റ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് നൽകുന്നു. നേരത്തെ നമ്മൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച 2 ഘട്ടങ്ങളിലും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ അയാൾ ഒഴിഞ്ഞു. പക്ഷേ ഏറ്റവും ഒടുവിൽ പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായി തീരുമെന്ന ഘട്ടത്തിലെത്തി. അതൊക്കെ കൃത്യ റിപ്പോർട്ടുകൾ നമുക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് കേരളത്തിലെ മീഡിയയ്ക്ക് ഇത് സംബന്ധിച്ച വാർത്തകൾ കിട്ടുന്നു. മുൻപൊന്നും സർക്കാർ
പക്ഷത്തേക്ക് CPM പക്ഷത്തേക്ക് അന്വേഷണം നീളുന്ന ഘട്ടത്തിൽ അത്തരം വാർത്തകളൊന്നും നമുക്ക് ചോർന്ന് കിട്ടിയിരുന്നില്ല. ഇവിടെ ചോർന്ന് കിട്ടുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് വാർത്തകൾ സാധ്യമാകില്ല. പക്ഷേ അവിടെയും ഈ കേസ് അന്വേഷണം സുതാര്യമായി സർക്കാരിൻ്റെ സമ്മർദ്ദമില്ലാതെ CPMൻ്റെ സമ്മർദ്ദമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സത്യം ജനമറിഞ്ഞ് കൂടുതൽ സമ്മർദ്ദം CPMന് വരട്ടെ എന്ന് കരുതി ഇതേ വിശ്വാസ സംഘത്തിലുള്ള ചിലർ ഈ വാർത്തകൾ പുറത്തേക്ക് വിടുന്നത്. ആ വാർത്തകൾ സത്യമാണെന്ന് ഇതുവരെ പുറത്തു വന്ന എല്ലാ വാർത്തകളും തെളിയിക്കുന്നു. ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇനി കടകംപള്ളി സുരേന്ദ്രൻ കുടുങ്ങും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് വരാം. എന്താണ് ഇതിൽ പത്മകുമാറിൻ്റെ റോള്? പത്മകുമാറാണ് ഇതിൻ്റെ അകത്ത് കീ റോൾ കൈകാര്യം ചെയ്തത്. പക്ഷേ അവിടെയും നമ്മെ അതിശയിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ഒളിഞ്ഞു കിടപ്പുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കഥാപാത്രം 2018 കാലഘട്ടത്തിൻ്റെ ഒടുവിൽ ശബരിമലയിലേക്ക് നേരത്തെ വന്നു. എന്നാലും 2018 അയാളുടെ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നത്. കടന്നു വരുന്നു. ദേവസ്വം ബോർഡ് മന്ത്രിക്ക് അയാൾ കത്തയക്കുന്നു. ദേവസ്വം ബോർഡ് മന്ത്രി കത്ത് ദേവസ്വം ബോർഡിന് ഫോർവേഡ് ചെയ്യുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് കത്തയക്കുന്നു. പക്ഷേ ഇവിടെ ഒരു വൈരുദ്ധ്യം നമ്മൾ കാണണം. കാരണം ദേവസ്വം ബോർഡ് മന്ത്രിക്കാണ് ആദ്യം പത്മകുമാർ കത്തയക്കുന്നത്. അന്ന് ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് കിട്ടിയ കത്ത്. ഇതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടുത്ത ചങ്ങാത്തത്തിലാകുന്നു. അവിടെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ വീട് സന്ദർശിക്കുന്നു. പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇയാളെ ശബരിമല ഗസ്റ്റ് ഹൗസിൽ സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടി വിഹരിക്കാൻ അനുവദിക്കുന്നു. പ്രസിഡൻറ്റിൻ്റെ മുറി തന്നെ സമ്മാനിക്കുന്നു. അവിടെ ഒരു VVIP ട്രീറ്റ്മെൻറ്റാണ് ഇയാൾക്ക് നൽകുന്നത്. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും അടുത്തയാൾ ശബരിമലയിൽ സ്പോൺസറാകാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നറിയിച്ചുകൊണ്ടുള്ള കത്തുകളാണ് ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് അറസ്റ്റിലാവുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് കൈമാറി ആ കത്ത് ദേവസ്വം ബോർഡിന് അയച്ചു എന്ന് പുറത്തേക്ക് തെളിവുകൾ വന്ന കടകംപള്ളി സ്വൈരവിഹാരം നടത്തുന്നു. ഇപ്പോൾ പക്ഷേ നാളുകളിൽ അങ്ങനെ ആയിരിക്കില്ല. ഇവിടെയാണ് നമുക്ക് ചില സംശയങ്ങൾ തോന്നുന്നത്. എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന് കത്തയച്ചു? കടകംപള്ളി സുരേന്ദ്രൻ എന്താണ് ഇപ്പോൾ പറയുന്നത്? ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ തികച്ചും സ്വതന്ത്രമാണ്. ദേവസ്വം ബോർഡിൻ്റെ ഒരു ഫയലും താൻ കണ്ടിട്ടില്ല. ദേവസ്വം ബോർഡ് കേരളത്തിലുള്ള 5 ദേവസ്വം ബോർഡുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ തന്നിലേക്ക് അവരുടെ ഒരു ഫയലും വരേണ്ടതില്ല, ഒരു അനുമതിയും വാങ്ങേണ്ടതില്ല. എങ്കിൽ പിന്നെ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ഇത്തരം ഒരു കത്തയക്കുന്നത്? മന്ത്രി ഈ കത്തെടുത്ത് ചവിറ്റുകൊട്ടയിൽ ഇട്ടാൽ പോരെ? മന്ത്രിക്ക് കിട്ടിയ കത്ത് എന്തിന് ദേവസ്വം ബോർഡിന് ഫോർവേഡ് ചെയ്യുന്നു? അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരോ ഫലപ്രദമായി ഇവിടെ പ്ലാൻ ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിയിലൂടെയാണോ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ അടുക്കലെത്തിയത്, അതോ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിലൂടെ മന്ത്രിയുടെ അടുക്കലെത്തിയോ? ഇനി അക്കാര്യത്തിൽ മാത്രമേ നമുക്ക് സ്ഥിരീകരണം വേണ്ടൂ. എന്തായാലും ദേവസ്വം ബോർഡ് മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടുപേരെയും പോറ്റി സ്വാധീനിച്ചു. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ എന്താണ് ചെയ്തത്? ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിനുള്ള യോഗത്തിനുള്ള അജണ്ട തയ്യാറാക്കിയപ്പോൾ അതിൽ കട്ടിളപ്പാളിയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി എന്ന അജണ്ടയിലുള്ള ഭാഗം പത്മകുമാർ കൈകൊണ്ട് വെട്ടുന്നു. എന്നിട്ട് ചെമ്പുപാളി എന്ന് തിരുത്തുന്നു പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ. ഇത്തരമൊരു അജണ്ട ഒരു പ്രസിഡന്റ് തിരുത്തണമെങ്കിൽ മന്ത്രിക്ക് ഒരറിവുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ മന്ത്രിക്ക് എപ്പോൾ വേണമെങ്കിലും ഇടപെടാം എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ ഇടപെടാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിൽ അഴിമതി നടത്തുന്നു എങ്കിൽ, സുതാര്യമല്ലാതെ കാര്യങ്ങൾ നീക്കുന്നു എങ്കിൽ ദേവസ്വം പ്രസിഡന്റിനെ സർക്കാരിന് മാറ്റാം. അപ്പോൾ മന്ത്രി അറിയാതെ കാര്യങ്ങൾ നടക്കില്ല. ഒരു അജണ്ട സ്വന്തം കൈപ്പടയിൽ തിരുത്തുന്നു. അവിടെയാണ് കൊള്ളയുടെ തുടക്കം. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ, കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ഇത് കൊടുത്തുവിടാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു, നിർദ്ദേശം നൽകുന്നു. ഈ നിർദ്ദേശം കിട്ടിയത് ആർക്കാണ്? മുരാരി ബാബു, സുധീഷ് കുമാർ തുടങ്ങിയ കള്ളന്മാർക്ക്. അവരും വാസുവും ഒക്കെയുള്ളൊരു കൊള്ള സംഘം ഇതിന് പിന്നിൽ അണിയറയിൽ നിന്ന് ചരട് വലിച്ചിരുന്നു. ഇതൊരു പക്ഷേ പത്മകുമാറിന് ഈ കണക്ഷൻ അന്നറിയാം എന്ന് നമുക്ക് കരുതേണ്ട. ഒരു പക്ഷേ 2 എൻഡിൽ അല്ലെങ്കിൽ 3 എൻഡിൽ മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഉദ്യോഗസ്ഥ വൃന്ദം, ഈ 3 വിഭാഗങ്ങളിലായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെടലുകൾ നടത്തി. അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്
ഇവർക്ക് നിർദ്ദേശം നൽകുന്നു. പിന്നെ ഇരട്ടി വേഗതയിലായിരുന്നു മുരാരി ബാബുവും ഡി സുധീഷ് കുമാറും ഒക്കെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് വാസുവിൻ്റെ ഒരു ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റിയിൽ സ്വർണ്ണപ്പാളി എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കട്ടിളപ്പാളിയൊക്കെ അഴിച്ചെടുത്ത് നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ വെച്ച് പുറത്തേക്ക് കൊടുത്തു വിടുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ SIT നടത്തിയിരിക്കുന്നു. സ്വർണ്ണപ്പാളി ഉരുക്കി എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സംഘത്തിൻ്റെയും വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി, കട്ടിളപ്പാളി, സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും വിറ്റു എന്ന് തന്നെ SIT സ്ഥിരീകരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ അവർക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ അത് 1 കോടിക്കോ 50 ലക്ഷത്തിനൊന്നും ആയിരിക്കില്ല, 100 കണക്കിന് കോടി രൂപയ്ക്കാവും ഇത് വിറ്റത്. 100 കണക്കിന് കോടി രൂപയ്ക്ക് വിറ്റഴിച്ച ഈ അമൂല്യ വസ്തുക്കളുടെ ഒറ്റുപണം ഏതൊക്കെ കേന്ദ്രങ്ങളിലേക്ക് ചെന്നു? അവിടെയാണ് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുക. അതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇന്നലെ ഒരു വല്ലാത്ത കാഴ്ച കണ്ടാണ് നമ്മുടെ പത്മകുമാർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ചെന്ന് കയറുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് കയറിയ പത്മകുമാർ കയ്യിൽ കുറച്ച് രേഖകളൊക്കെ കരുതി വലിയ അഹങ്കാരത്തിലാണ് ചെന്നത്. കാരണം പത്മകുമാർ മുൻപ് MLA ആയിരുന്നു, CPMൻ്റെ പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന നേതാവാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും വീണ ജോർജിനെ അടക്കം വരച്ച വരിയിൽ നിർത്താൻ കപ്പാസിറ്റിയുള്ള പത്തനംതിട്ടയിലെ ഒരു നേതാവാണ്. ശബരിമല അടക്കം വലിയ ഉന്നത പദവികളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഏത് അന്വേഷണ സംഘത്തെയും തനിക്ക് നേരിടാമെന്ന ഒരു ഗർവ്വമുണ്ടായിരുന്നു. 2 ദിവസങ്ങളിലായി പത്മകുമാർ പല ഉന്നത CPM നേതാക്കളുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ അവരൊക്കെ ഒരു ധൈര്യം കൊടുത്തു, ചോദ്യം ചെയ്യും, വിട്ടയക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ ഉത്തരങ്ങൾ കേട്ട് അന്വേഷണ സംഘം നടുങ്ങി തന്നെ വിട്ടയക്കുമെന്നാണ് പത്മകുമാർ കരുതിയത്. അതുകൊണ്ട് രേഖകളും ബുക്കും ഫയലും ഒക്കെ ആയിട്ടാണ് ചോദ്യം ചെയ്യലിന് ചെന്ന് ഹാജരാകുന്നത്. ചോദ്യം ചെയ്യൽ വേളയിൽ പത്മകുമാർ നോക്കുമ്പോൾ അകത്തിരിക്കുന്ന ഒരു കഥാപാത്രം N. വാസു. അപ്പോൾ വാസുവിനെ ഇന്നലെ പ്രത്യേകം കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം. അപ്പോൾ ഒന്ന് വാസുവിനെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു, മറുവശത്ത് ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്തു. അതോടെ എല്ലാം പൊളിഞ്ഞടുങ്ങി അറസ്റ്റിലേക്ക് പോയി. പക്ഷേ അറസ്റ്റ് കഴിഞ്ഞ് പത്മകുമാറിൻ്റെ മുഖത്ത് മറ്റൊരു പ്രകടമായ മാറ്റം അത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ ദൈവതുല്യരായ ചിലർ വീഴും എന്ന് പത്മകുമാർ പറയുന്നത് വെറുതെയല്ല എന്ന് വിശ്വസിക്കാനും നമുക്ക് ഒട്ടനവധി കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇനി കണ്ടെത്തേണ്ടത് പത്മകുമാർ വഴിയാണോ മന്ത്രിക്ക് കത്തയച്ചത്, അല്ലെങ്കിൽ മന്ത്രി വഴിയാണോ ഒരു പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് പോയത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മന്ത്രി വഴിയാണെങ്കിൽ പോറ്റിയുമായി കടകംപള്ളിക്ക് ബന്ധം, പത്മകുമാർ വഴിയാണെങ്കിൽ പത്മകുമാറും പോറ്റിയും വഴിയുള്ളൊരു ബന്ധം. അതിലേക്കൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ കടകംപള്ളി ഏതായാലും ചോദ്യം ചെയ്യും. കാരണം പത്മകുമാറിൻ്റെ മൊഴി ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് തീ പിടിച്ച പോലെയാണ് കടകംപള്ളി പോകുന്നത് കണ്ടത്. പറഞ്ഞത് വീട്ടിലിരിക്കുന്നവരെ പോലും വെറുതെ വിടത്തില്ലേ എന്നാണ് മാധ്യമങ്ങളോട് ചോദിച്ചത്. പോകുന്ന കടകംപള്ളി നേരെ എങ്ങോട്ടേക്കാണ് എന്തെന്ന് അറിയാത്ത ഒരു ശരീരഭാഷ, ഒരു പക്ഷേ കടകംപള്ളിയുടെ മുഖത്ത് ആ ഒരു വല്ലാത്തൊരു വെപ്രാളമൊക്കെ കാണാം. ഈ കടകംപള്ളിയിലേക്ക് എത്തി നിൽക്കുമ്പോഴും ഗോവിന്ദൻ മാഷ് അടക്കം പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ഭാവമാണ്. ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഇപ്പോഴും കസേരയിൽ തന്നെ ഇരിക്കുകയാണ് വാസവൻ ഉൾപ്പെടെ. ഇന്ന് വാസവൻ ശബരിമലയ്ക്ക് എത്തുന്നു ഔദ്യോഗിക യോഗം ചേരാൻ. ശബരിമലയിൽ ഇനി ഭക്തരെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ഇനിയാണ് യോഗം ചെയ്യുന്നത്, അതും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ ഇത്തരത്തിൽ AKG സെന്റർ മൊത്തത്തിൽ എന്താ പറഞ്ഞേ വല്ലാത്തൊരവസ്ഥയിലാണ്. ചവറുകൂന പോലെയുള്ള ഒരവസ്ഥ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇതിനെ വല്ലാണ്ട് സ്വാധീനിക്കില്ലേ? നമ്മൾ ഇത് പത്മകുമാറിൻ്റെ മൊഴി എന്തായിരിക്കും, പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യൽ എങ്ങനെയായിരിക്കും പത്മകുമാർ മറുപടി പറയുന്നത്? ഇവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, N. വാസു ഇതുവരെ കടകംപള്ളിക്കെതിരെ വ്യക്തമായ മൊഴി കൊടുത്തിട്ടില്ല. പക്ഷെ പത്മകുമാർ അങ്ങനല്ല. പത്മകുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മുഖത്ത് ഒരു ചിരി വളരെ ശക്തമായിരുന്നു. ആ വൈദ്യപരിശോധനയ്ക്കായി പത്മകുമാർ ഒരു തികഞ്ഞ വിശ്വാസി കൂടിയാണ്, ഒരു അയ്യപ്പ വിശ്വാസിയാണ്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തൻ്റെ 1 മാസത്തെ ശമ്പളം അവർക്ക് കൊടുക്കാമെന്നും അതിന് വേണ്ടുന്ന ആദ്യ പടികൾ എന്നുള്ള രീതിയിൽ സഹായമൊക്കെ നൽകിയിരുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത്. വളരെയധികം വേദനയുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് പത്മകുമാറിന് ഇതിനെതിരായിരുന്നു. ഒരു പക്ഷേ അന്ന് പത്മകുമാറിനെ ഡമ്മിയാക്കി വെച്ചുകൊണ്ട് വാസുവോ അല്ലെങ്കിൽ പിണറായി സർക്കാരോ ഒക്കെ കളിച്ചതാണോ എന്നുള്ള ഒരു പക്ഷേ ആ നിറചിരിയിൽ എന്തും നമുക്ക് വായിച്ചെടുക്കാം. അല്ല, പത്മകുമാറിൻ്റെ ചിരിയിൽ പലതുമുണ്ട്. അതൊരു കൊലച്ചിരിയാണെന്ന് പറയുന്നവരുണ്ട്. പത്മകുമാറിൻ്റെ ആ ചിരിയിൽ ഒരു ആത്മവിശ്വാസമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. മറുവിഭാഗം പറയുന്നത് പത്മകുമാർ ചിരിക്കുന്നത് ഇനി ആരാണ് വീഴുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ എന്ന ഭാവത്തിലാണ്. പക്ഷേ പത്മകുമാറിനെ സംബന്ധിച്ച് പത്മകുമാർ ഈ സ്വർണ്ണക്കൊള്ളയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ
ആ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ആ ദൈവതുല്യരായ ആളുകളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചൂണ്ടിക്കാട്ടും. ഈ പത്മകുമാറിന് നേരത്തെ എൻ വാസുവിൻ്റെ മുന്നിൽ ഇല്ലാതിരുന്ന ഒരു ചോദ്യം അന്വേഷണ സംഘം ഇപ്പോൾ പത്മകുമാറിൻ്റെ മുന്നിൽ വയ്ക്കും. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? രണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ടാണ് ദേവസ്വം മന്ത്രിക്ക് കത്തെഴുതിയത്? ദേവസ്വം മന്ത്രി കത്തിന്മേൽ എന്ത് നടപടികളെടുത്തു? ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡുമായി കാര്യങ്ങൾ ആലോചിച്ചു? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയോ? ഈ 5 സുപ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരം പത്മകുമാർ നൽകിയാൽ അത് കടകംപള്ളിയുടെ പതനത്തിൽ ചെന്ന് അവസാനിക്കും. കടകംപള്ളിയെപ്പോലെ ഒരാൾ അന്ന് പിണറായി വിജയൻ്റെ വിശ്വസ്തനായി നിൽക്കുകയായിരുന്നു. മറിച്ച് സർക്കാരിൽ ആരൊക്കെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? മറ്റൊന്ന്, പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി വളരെ ശക്തമാണ് എല്ലാ കാലത്തും. പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റിയെ വകഞ്ഞു മാറ്റി നേരിട്ടുള്ള നിയന്ത്രണങ്ങൾ പലപ്പോഴും ദേവസ്വം മന്ത്രിക്ക് പോലും കഴിയില്ല, കടകംപള്ളിക്ക് പോലും കഴിയില്ല. അങ്ങനെയെങ്കിൽ അന്നത്തെ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റിക്ക് ഇക്കാര്യത്തിലുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണ്? അപ്പോൾ എല്ലാ സംശയമുനിയും ചെന്നെത്തുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലേക്ക്, CPM ഉന്നതരിലേക്ക്. പിന്നീട് അന്നത്തെ 2 ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും സംശയം വന്നു. കാരണം ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ ഉൾപ്പെടെ ഈ ഡിസിഷനിൽ പങ്കാളികളായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വിശദീകരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഹൈക്കോടതിക്ക് മുൻപാകെ അന്വേഷണ സംഘം വിശദമായ റിപ്പോർട്ട് നൽകേണ്ടത്. പ്രത്യേകിച്ച് പത്മകുമാറിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് അടക്കം കോടതിയിൽ ഹാജരാക്കണം. പത്മകുമാറിനെ ഇന്ന് ചോദ്യം ചെയ്ത്, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് പ്രാഥമിക ചോദ്യം ചെയ്യൽ റിപ്പോർട്ടും കൈമാറണം. ചോദ്യം ചെയ്യലിൻ്റെ ചോദ്യാവലി കോടതിക്ക് ബോധ്യമുള്ളതാവണം. അതിൻ്റെ ഉത്തരങ്ങൾ കോടതിക്ക് വളരെ കൺവിൻസിങ് ആവണം. വീഡിയോ റെക്കോർഡിംഗ് അടക്കമാണല്ലോ. അപ്പോൾ പത്മകുമാറിന് മുന്നിൽ നിൽക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ അടുത്ത അറസ്റ്റിലേക്ക് പോകും, മറ്റേ വിർച്വൽ ക്യൂവിലേക്ക് പോകും. അവിടെ കടകംപള്ളിയെപ്പോലൊരു ഉന്നതൻ അറസ്റ്റിലായാൽ CPMനെ സംബന്ധിച്ച് പ്രതിരോധം പോയിട്ട് നേരെ നിൽക്കാൻ കഴിയാതെ വരും. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതുകൊണ്ടാണ് ഒന്ന് മുൻകൂർ ജാമ്യമെടുത്തത് MV ഗോവിന്ദൻ ഇക്കഴിഞ്ഞ ദിവസവും. ആരായാലും ശബരിമല കൊള്ളയ്ക്ക് പിന്നിലുള്ളവർ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുമെന്ന്. അപ്പോൾ അതിലെല്ലാമുണ്ട്. വാസുവിനെ തള്ളി പറഞ്ഞു, പത്മകുമാറിനെ തള്ളി പറഞ്ഞു. ഇനി ആരെങ്കിലുമൊക്കെ ആ പ്രതിപ്പട്ടികയിലേക്ക് വന്നാൽ അവരെയും കൂടി തള്ളിപ്പറയുന്ന തലത്തിലാണ് MV ഗോവിന്ദൻ്റെ മറുപടി. പണ്ടേ തിരുവനന്തപുരം ജില്ലയിൽ കടകംപള്ളിയുടെ ശത്രു വി ശിവൻകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഉപ്പ് തിന്നാവും വെള്ളം കുടിക്കുമെന്ന്. അപ്പോൾ ശിവൻകുട്ടിക്ക് അറിയാം ആരാണ് ഉപ്പ് തിന്നത്. കാരണം ഇതൊക്കെ പാർട്ടിയുടെ അന്തപുരങ്ങളിലെ വലിയ സംസാരമാണല്ലോ. അപ്പോൾ കടകംപള്ളി ഏറെക്കുറെ വീഴ്ചയുടെ വക്കിലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ തന്നെയാണ് ഇതൊക്കെ. അന്വേഷണ സംഘം സുതാര്യതയോടെയാണ് ഇതുവരെ നീങ്ങിയിട്ടുള്ളത്. സുതാര്യമായ അന്വേഷണമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ ചരിത്രമൊക്കെ പരിശോധിച്ച് ആദ്യമായിട്ടായിരിക്കും ഹൈക്കോടതിക്ക് ഒരു നിറഞ്ഞ കൈയടി കൊടുക്കേണ്ടി വരും. ഇത്രയും സുതാര്യത, ഇത്രയും ഫാസ്റ്റായിട്ടല്ലേ ഓരോ ആഴ്ചയും വരുന്ന അറസ്റ്റുകൾ. ഇനി അടുത്ത ആഴ്ചയാകുമ്പോൾ ആരാണ് ഇനി അടുത്ത അറസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യമാണ് ജനത്തിൻ്റെ മുന്നിൽ. അത്രയും സുതാര്യതയോടുകൂടി, കൃത്യതയോടുകൂടി, നീതിയുക്തമായിട്ടുള്ള അന്വേഷണ രീതി ഒരുപക്ഷെ ഹൈക്കോടതി ആദ്യമായിട്ട് മറ്റുള്ള കേസുകളെയൊക്കെ അപേക്ഷിച്ച്, മറ്റുള്ള കേസുകൾ നോക്കിയാൽ നമുക്കറിയാം നീട്ടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് കോടതി പല സംഭവങ്ങളിലും. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു പ്രത്യേക അന്വേഷണ ഏജൻസി വരുന്നു, അവരത് അതിൻ്റേതായ ഒരു മറവുമില്ലാണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാളുടെ ഇടപെടലുകളില്ലാണ്ട് ആ ഒരു കൃത്യതയോടുകൂടിയാണ് നടത്തുന്നത്. ശബരിമല വിഷയം ഒരു പക്ഷേ ഒരു ചരിത്രത്തിലൊക്കെ കുറിക്കാൻ പറ്റുന്ന ഒരു വിഷയം അല്ല, പൂർണ്ണമായും ശരിയാണ്. അതിൻ്റെ അകത്ത് ചില തലങ്ങളുണ്ട്, ചില മാനങ്ങളുണ്ട്. ഏതൊരു അന്വേഷണത്തെയും കേരളത്തിലെ മാധ്യമങ്ങൾ വിമർശിക്കാറുണ്ട്, പ്രതിപക്ഷം കടിച്ചു കയറാറുണ്ട്. ഏതൊരു അന്വേഷണ ടീമിനെയും സർക്കാർ സ്വാധീനിക്കാറുണ്ട്, പാർട്ടിയുടെ സ്വാധീനം വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥരിലൊക്കെ ധാരാളം അസോസിയേഷൻ മെമ്പർമാരൊക്കെ ഉള്ളതുകൊണ്ട്, യൂണിയൻ മെമ്പർമാരൊക്കെ ഉള്ളതുകൊണ്ട് അവരെ പലതരത്തിൽ സ്വാധീനിക്കാൻ പാർട്ടിക്ക് കഴിയും. എന്നാൽ ഇവിടെ പാർട്ടിയുടെ സ്വാധീനം വളരെ ദുർബലമാണ്. അതിലപ്പുറം ഈ അന്വേഷണ സംഘത്തിലെ പല ഉദ്യോഗസ്ഥരും തികഞ്ഞ അയ്യപ്പ ഭക്തരാണ്. അവർ അതുകൊണ്ട് തന്നെ സുതാര്യ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ചില സത്യങ്ങളുണ്ട്. കാരണം ശബരിമലയിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വിചാരം അവരുടെ കയ്യിലേക്ക് വീഴുന്ന നാണയത്തൊട്ടുകളും സ്വർണ്ണത്തൊട്ടുകളും ഒക്കെ ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റ് സ്വസ്ഥമായി ജീവിച്ചോ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാനിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണെന്നൊരു ധാരണയുണ്ട്. ആ ധാരണയാവാം ഈ കൊള്ളയ്ക്ക് ഇവരെയൊക്കെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ ഈ കൊള്ളയിൽ പത്മകുമാറും വാസുവുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പത്മകുമാറിനപ്പുറം ചില ദൈവതുല്യരായ ആളുകളുടെ തനിനിറം കാണുമെന്ന് പത്മകുമാർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിലും ഉന്നതരുണ്ട് എന്ന് വ്യക്തമാണ്. ഇതുവരെയുള്ള അന്വേഷണഗതി ഓരോ ഘട്ടങ്ങളിലൂടെ വളർന്ന് പത്മകുമാറിലെത്തുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അടുത്ത ഉന്നതനും വീഴും. ഇവിടെ നമുക്കറിയേണ്ടത് ഇനി CPM എന്ത് മറുപടി പറയും. ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെയാണ് അന്വേഷണ സംഘം കുടുക്കിയിരിക്കുന്നത്, അവരാണ് അറസ്റ്റ് ചെയ്യുന്നത്.
വാസുവിൻ്റെ അറസ്റ്റിലും ഇത് തന്നെയായിരുന്നു CPM പ്രതികരണം. കാരണം വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന കാലഘട്ടത്തിൽ പിന്നീടാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയത്. പക്ഷേ പത്മകുമാറിൻ്റെ അറസ്റ്റിൽ ആ വാദമൊക്കെ പൊളിയും. കാരണം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും സുപ്രധാന നേതാവ്, മുൻപ് MLA, 34ാമത്തെ ഇപ്പോൾ പറയുന്നത് ദേവസ്വം ബോർഡുമായിട്ട് ദേവസ്വം മന്ത്രിക്ക് യാതൊരു ബന്ധമില്ല. ദേവസ്വം ബോർഡ് സ്വതന്ത്രമായിട്ട് പറയുന്നോണം അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. ദേവസ്വം മന്ത്രിക്ക് എന്നാൽ ദേവസ്വം മന്ത്രിയുടെ ജോലി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയില്ല. വെറുതെ മണ്ഡലകാലം വരുമ്പോൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു MLA-യുടെ സ്റ്റേറ്റ് കാറിൽ പോയി ഈ പറയുന്ന കോലാഹലങ്ങളൊക്കെ നടത്തിയിട്ടില്ല. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ അവർക്ക് ഒരു മാർഗ്ഗമില്ല. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിയമനം രാഷ്ട്രീയ നിയമനമാണ്. പത്മകുമാറിന്റെ, N. വാസുവിന്റെ, PS. പ്രശാന്തിന്റെ ഒക്കെ നിയമനങ്ങൾ പിണറായി സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ കഴകക്കാർ പോലും ഏറ്റവും അടിത്തട്ടിൽ ഉള്ള ജോലിക്കാരെ പോലും നിയമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ദേവസ്വം മന്ത്രിയാണ്. ഈ പത്മകുമാറിന്റെ മുമ്പ് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. പ്രയാർ ഗോപാലകൃഷ്ണനെ അന്ന് പുകച്ച് പുറത്തു ചാടിക്കാൻ സർവ്വതന്ത്രങ്ങളും CPM പയറ്റി. ഒടുവിൽ 2 വർഷമായി ദേവസ്വം ബോർഡിന്റെ കാലാവധി കുറച്ചിട്ടാണ് അന്ന് പത്മകുമാറിനെ പുറത്താക്കി പ്രയാർ ഗോപാലകൃഷ്ണനെ പുറത്താക്കി പത്മകുമാറിനെ നിയോഗിക്കുന്നത്. പത്മകുമാറിന് ശേഷം പിണറായിക്കും പാർട്ടിക്കും ഏറ്റവും പ്രിയപ്പെട്ടവൻ A. വാസു. കാരണം ശബരിമലയിൽ നവോത്ഥാനം നടപ്പിലാക്കാൻ ശ്രമിച്ച് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച് യുവതികളെ അവിടെ ഏത് വിധേനയും കൈപിടിച്ചു കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ച വാസുവിനെ കുടിയിരുത്തി. പിന്നീട് PS. പ്രശാന്ത് അതൊരു രാഷ്ട്രീയ അഭയകേന്ദ്രമാക്കി. അപ്പോൾ സർക്കാരിൻ്റെ രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയത്തിലുള്ളവരെയും പിൻവാതിലിലൂടെ കയറ്റി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി ഇരുത്തുന്ന ശൈലിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊന്നും ഇവർക്ക് അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. മുഖ്യമന്ത്രിയെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. AKG സെൻറ്ററിനെയും പാർട്ടിയും അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടൊരു കാര്യം വ്യക്തമാണ്, ഇതൊക്കെ പാർട്ടി അറിയാതെ അവിടെ ചെറുവില്ല, അനങ്ങില്ല, ഒരു ഇല പോലും ചലിക്കില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം മറ്റേതെങ്കിലും ഒരു അഴിമതിയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതികൾ മുൻപേ നടത്തിയിട്ടുണ്ട്, അഴിമതി വിരുദ്ധർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൈയിട്ടുവാരി ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇതൊരു വിശ്വാസി സമൂഹത്തിന് ഒരുപക്ഷെ നെഞ്ചെടുപ്പ് ഉണ്ടാകുന്ന തരത്തിൽ ക്ഷേത്രങ്ങളിൽ കയറി ചില ഭണ്ഡാരപ്പെട്ടികൾ കുത്തി തുറക്കുന്ന കള്ളന്മാരെക്കാളും വൃത്തികെട്ട ആൾക്കാരായി CPM-ന്റെ ആൾക്കാർ മാറുന്നു എന്ന് പറയുമ്പോൾ തലമുറകൾ അല്ലേ? പത്മകുമാറിനെ സംബന്ധിച്ച് മുമ്പും ഇത്തരം ചില തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട കേസും വഴക്കും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നീട് സെറ്റിൽ ചെയ്ത് കൊടുത്തത് ഇത് CPM മന്ത്രിസഭ വന്ന കാലഘട്ടത്തിലാണ്. നമ്മൾ ആദ്യം ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, CPM-ന് അവിടെ എന്താണ് നടന്നത് എന്നതിൽ വ്യക്തതയുണ്ട്. ഈ അന്വേഷണ സംഘത്തേക്കാൾ വ്യക്തത ഇപ്പോൾ CPM-നുണ്ടാകും, സർക്കാരിനുണ്ടാകും. പിന്നെ ആ വഴിയിലൂടെ അന്വേഷണ സംഘം നീങ്ങി ഇനി കുറേ ഉന്നതർ കുടുക്കിലായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രതിരോധം ഉയർത്തി കൈകഴുകാമെന്നാണ് CPM കരുതുന്നത്. എങ്ങനെയെങ്കിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പരിക്കില്ലാതെ രക്ഷപ്പെടണം എന്ന് CPM ആഗ്രഹിക്കുന്നുണ്ട്. ഹൈക്കോടതിയെ സംബന്ധിച്ച് ഇതൊരു ചലഞ്ചാണ്. കാരണം അയ്യപ്പ ഭക്തരെ വളരെ സത്യസന്ധമായൊരു അന്വേഷണം നടത്തി അവരുടെ ഒരു വികാരം തണുപ്പിക്കണം, അവിടെ നീതി നടപ്പാക്കണം, അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചവരെ കൃത്യമായി നിയമക്കുരുക്കിൽപ്പെടുത്തണം. അതൊരു ഹൈക്കോടതിയുടെ ഒരു കൃത്യമായ നിലപാടാണ് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും കോടതിയുടെ ആ ഒരു നിലപാട് നീതി നടപ്പിലാക്കണം എന്നുള്ള നിലപാടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. പത്മകുമാർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. അതിനുശേഷം ഇനി ആര് കടകംപള്ളിയിലേക്ക് തിരിയുന്നു, അതിനുശേഷം വ്യക്തി ആര് എന്നുള്ളൊരു ചോദ്യം ജനം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ SIT-യുടെ അന്വേഷണത്തിന് വലിയ നിറഞ്ഞ കൈയടിയാണ് ജനം നൽകുന്നത്. നന്ദി, നമസ്കാരം.